ഹലോ, വെൽക്കം ബാക്ക് ടു ഈ ആശാൻ. കുറേ നാളായി നമ്മൾ ഈ ആശാനിൽ വീഡിയോസ് ചെയ്തിട്ട്. സോ കുറച്ച് തിരക്കായിരുന്നു, ക്ലാസ്സസ്, മറ്റു പല തിരക്കുകൾ. സോ നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സോ ഇനിയിപ്പോൾ നമ്മൾ റെഗുലറായിട്ടുള്ള നമ്മുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് വരുന്ന CMA ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ CS എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ ജൂൺ 2024 അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. സോ ആ എക്സാമിനേഷന് ആപ്ലിക്കബിൾ ആയേക്കാവുന്ന കുറച്ച് ടാക്സേഷനിൽ വന്നിരിക്കുന്ന കുറച്ച് അമെൻമെൻറ്റ്, പ്രത്യേകിച്ച് GST നിയമത്തിൽ വന്നിരിക്കുന്ന കുറച്ച് അമെൻമെൻറ്റ്സ്. ഈ അമെൻമെൻറ്റ് വന്നത് ഫിനാൻസ് ബിൽ 2023 അപ്പോൾ ഈ അമെൻമെൻറ്റ് കുറച്ചധികം അമെൻമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയേക്കാവുന്ന കുറച്ച് അമെൻമെൻറ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ഞാൻ ഈ ഡിസ്കഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഞാനതൊന്ന് ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനമായും CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സപ്ലിമെൻ്ററി പേപ്പർ ഇറക്കിയിട്ടുണ്ട് ഈ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ സപ്ലിമെൻ്ററി പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് വായിച്ച് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവത്തില്ല. കാരണം അത് എന്താണോ നിങ്ങളുടെ ഫിനാൻസ് ബില്ലിൽ കൊടുത്തിരുന്ന അതേ വേർഡിങ്സ് അതേപടി കോപ്പി ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല. സോ അപ്പോൾ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ബി യൂസിങ് അവർ ഓൺ സ്റ്റഡിയും നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GST കൗൺസിൽ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക PDF കൂടി പുറത്തിറക്കിയിട്ടുണ്ട്, അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് GST കൗൺസിൽ ഇറക്കിയിരിക്കുന്നൊരു PDF ആണ്. സോ ഈ PDF നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച ഈ രണ്ടിൻ്റെ PDFും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിനോടൊപ്പം നൽകിയിരിക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ PDFന് ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. എനിവേ തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഞാൻ ഈ പറയുന്ന അമെൻമെൻറ്റ്സുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഈ എക്സാമിനേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ടാണ് വിൽ ബി ഡിസ്കസിങ് ഇറ്റ്. ഓക്കെ, സോ നമുക്കധികം സമയം കളയണ്ട, വിൽ സ്റ്റാർട്ട്. നമുക്കൊരു 8-9 അമെൻമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. എങ്ങനെ? ഓക്കെ, സോ ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് സെക്ഷൻ 10 CGST നിയമത്തിലെ സെക്ഷൻ 10 അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. CGST നിയമത്തിലെ സെക്ഷൻ 10 എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ് കോമ്പോസിഷൻ ലെവി. സോ കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 സബ്സെക്ഷൻ 2 10 സബ്സെക്ഷൻ 2A അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. സോ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കച്ചവടക്കാരൻ, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള കച്ചവടക്കാരൻ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കോമ്പോസിഷൻ സ്കീമിൽ തുടരുവാനുള്ള അവൻ്റെ അർഹത നഷ്ടപ്പെടുകയും പിന്നെ തിരിച്ച് നോർമൽ സ്കീമിലേക്ക് മാറേണ്ടി വരും. സെക്ഷൻ 9 പ്രകാരം പിന്നെ അവൻ എന്ത് ചെയ്യേണ്ടി വരും? GST അവൻ്റെ മേലിൽ ലെവി ചെയ്യപ്പെടും. അവൻ്റെ മേലിലല്ല, അവൻ ചെയ്യുന്ന സപ്ലൈയുടെ മേലിൽ ലെവി ചെയ്യപ്പെടും. അപ്പോൾ ഈ സെക്ഷൻ 10(2)ലും 10(2A)ലും എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്? അപ്പോൾ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. കോമ്പോസിഷൻ ഡീലർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് വഴി തൻ്റെ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനൊരു കോമ്പോസിഷൻ ഡീലറാണെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സോ സർവീസോ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി വിൽക്കാൻ പാടില്ല, ECO വഴി വിറ്റഴിക്കാൻ പാടില്ല, ഓൺലൈനായിട്ട് വിൽക്കാൻ പാടില്ല, ഞാൻ അല്ലാതെ വേണം വിൽക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. സോ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ഇനി മുതൽ കോമ്പോസിഷൻ ഡീലേഴ്സിന് ഗുഡ്സ് വേണമെങ്കിൽ ECO വഴി വിൽക്കാം. ഗുഡ്സ് വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സർവീസ് ഇപ്പോഴും ചെയ്യാൻ പാടില്ല. സോ അതാണ് പറഞ്ഞിരിക്കുന്ന അമെൻമെൻറ്റ്. ഇപ്പോൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, ECO വഴി വിറ്റ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിലും യു ആർ പെർമിറ്റഡ് ടു സപ്ലൈ യുവർ ഗുഡ്സ് ത്രൂ ECO. അറ്റ് ദ സെയിം ടൈം you cannot supply the services through ECO. സോ ഇതാണ് 10(2)10(2A) വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ നമുക്ക് അതൊന്ന് നോക്കാം അമെൻമെൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. GST കൗൺസിലിൻ്റെ ഈ ഒരു PDFനകത്ത് എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കോമ്പോസിഷൻ ലെവി 10(1) കോമ്പോസിഷൻ ലെവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാരെ പറ്റി 10(1)ലും പറയുന്നുണ്ട്, 10(2)ലും പറയുന്നുണ്ട്. 10(1)ൽ ആർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീമിന് അർഹതയായിട്ടുള്ളത്?
ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർ, ട്രേഡേഴ്സ് ആവാം, മാനുഫാക്ചറേഴ്സ് ആവാം, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഗുഡ്സും സർവീസ് ഏതാണ്ട് തുല്യ അളവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കും കോമ്പോസിറ്റ് സ്കീം ഓപ്റ്റ് ചെയ്യാം. അത് പറഞ്ഞിരിക്കുന്നത് 10(2)യിലാണ്. അപ്പോൾ ഇവർ എല്ലാവരും തന്നെ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സർവീസ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഫിനാൻസ് ബില്ല് അമെൻമെൻറ്റ് വരുന്നതിന് മുന്നേ ഇവർ ECO വഴി ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10(1)ൽ പറയുന്ന ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ് നോക്കേ, ഗുഡ്സ് ത്രൂ ECO വഴി അവർക്ക് ഗുഡ്സ് വിൽക്കാൻ പറ്റുമായിരുന്നോ? അമെൻമെൻറ്റിന് മുന്നേ പറ്റില്ല എന്നായിരുന്നു ഉത്തരം. അമെൻമെൻറ്റിന് ശേഷമോ പറ്റും. ഇനി സർവീസ് ആണെന്നുണ്ടെങ്കിലും അമെൻമെൻറ്റിന് മുന്നേ പറ്റില്ല, അമെൻമെൻറ്റിന് ശേഷവും പറ്റില്ല. സോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ECO വഴി ഇപ്പോഴും സപ്ലൈ ചെയ്യാനായിട്ട് അനുവാദം ഇല്ല. ഇനി 10(2)A പ്രകാരം കോമ്പോസിറ്റ് സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർ അവരും ഗുഡ്സ് വിൽക്കുകയാണെന്ന് ECO വഴി വിൽക്കുകയാണ്, അവർക്ക് അമെൻമെൻറ്റിന് മുന്നേ പറ്റില്ല, അമെൻമെൻറ്റിന് ശേഷം പറ്റും. സർവീസ് ആണെന്നുണ്ടെങ്കിൽ അമെൻമെൻറ്റിന് മുന്നേയും പറ്റില്ല, അമെൻമെൻറ്റിന് ശേഷവും പറ്റില്ല. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോമ്പോസിഷൻ ഡീലേഴ്സിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് ECO വഴി മുന്നേ പറ്റില്ലായിരുന്നു, പക്ഷേ ഇനി അവർക്ക് പറ്റും. ശ്രദ്ധിക്കുക, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 10(2)(D) of CGST Act is being amended. എന്താണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്? ഹി ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് നേരത്തെ ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓർ സർവീസ് കട്ട് ചെയ്തിട്ടില്ല. ത്രൂ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി നിങ്ങൾ ഗുഡ്സും സർവീസും വിൽക്കാൻ പാടില്ലായിരുന്നു. അതിലെ ഗുഡ്സ് എന്നുള്ള വാക്ക് അവരെന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. 10(2)A വന്നിരിക്കുന്ന അമെൻമെൻറ്റും സെയിം സംഭവം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ആദ്യത്തെ അമെൻമെൻറ്റ്. സിമ്പിളല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇത് GST നിങ്ങൾക്കറിയാം പഠിച്ചാൽ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഈസി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൽ വന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു അമെൻമെൻറ്റ് ഈസി സ്കോറിംഗ് ആണ്. ദെൻ രണ്ടാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 16 സബ്സെക്ഷൻ 2ലാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. സെക്ഷൻ 16 സബ്സെക്ഷൻ 2 എന്താണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 2 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ITC അവൈൽ ചെയ്യുവാനുള്ള കണ്ടീഷൻസിനെ പറ്റിയാണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 2ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 6 കണ്ടീഷൻസ് ഒരാൾ സാറ്റിസ്ഫൈ ചെയ്താൽ, ഒരു റെസിപ്പിയൻ്റ് 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിലും സർവീസിലും അടങ്ങിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് അയാൾക്ക് ക്രെഡിറ്റ് ആയിട്ട് അവൈൽ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 6 കണ്ടീഷൻസ്. ഞാനത് വീണ്ടും 6 കണ്ടീഷൻസ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിൽക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോകും. അതൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വിനോ എന്താണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 2ൽ പറയുന്ന 6 കണ്ടീഷൻസ്. അപ്പോൾ ഈ 6 കണ്ടീഷൻസിൽ അല്ല അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഈ സെക്ഷൻ 16 സബ്സെക്ഷൻ 2ന് പുറത്ത് ഒരു 3 പ്രൊവിഷ്യോസ് ഉണ്ട്. പ്രൊവൈഡഡ്, ഈ 6 കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം പ്രൊവൈഡഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്നതിലെ പ്രൊവിഷ്യോ നമ്പർ 2ലും 3ലുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് ഇവിടെ പറയാണ്, നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൊവിഷ്യോ ടു സെക്ഷൻ 16 സബ്സെക്ഷൻ 2 അതിലാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. അമെൻമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 16 സബ്സെക്ഷൻ 2ൻ്റെ സെക്കൻഡ് പ്രൊവിഷ്യോ പറയുന്നത് ഒരു റെസിപ്പിയൻറ്റ്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻറ്റ്, അവൻ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലയറിൽ നിന്ന് വാങ്ങി, അവൻ 6 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ ഇപ്പോഴും അവൻ കാശ് കൊടുത്തിട്ടില്ല, പേയ്മെൻറ്റ് സപ്ലയർക്ക് കൊടുത്തിട്ടില്ല. പേയ്മെൻറ്റ് സപ്ലയർക്ക് കൊടുത്തില്ലെങ്കിൽ പോലും അവന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയുണ്ട്. ബാക്കി 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീസ് എലിജിബിൾ ടു അവൈൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. വി നോ വെരി വെൽ. ഈ 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത, പക്ഷേ പ്രൊവിഷ്യോ പറയണം ഇങ്ങനെയാണെങ്കിലും നീ ക്രെഡിറ്റ് എടുത്തോ, 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നീ ക്രെഡിറ്റ് എടുത്തോ, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതേസമയം നീ സപ്ലയർക്ക് പേയ്മെൻറ്റ് 180 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു റിവേഴ്സ് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ് ബൈ ആഡിങ് ടു യുവർ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. നീ എടുത്ത ക്രെഡിറ്റ് നിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്ത് ഇൻട്രസ്റ്റ് സഹിതം നീ അത് എന്ത് ചെയ്യണം, സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം. ഇതാണ് സെക്കൻഡ് പ്രൊവിഷൻ. ആ സെക്കൻഡ് പ്രൊവിഷനിൽ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ്
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ് ബൈ ദ റെസിപ്പിയൻ്റ് അവൈൽ ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആഡഡ് ടു ഹിസ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, അവൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് അത് ആഡ് ചെയ്യുകയും എലോങ് വിത്ത് ഇൻട്രസ്റ്റ് സഹിതം അത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് അമെൻമെൻറ്റ്? നോക്കിയേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽഡ്, സെൻറ്റൻസ് നോക്കൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽഡ്, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇൻപുട്ട് ടാക്സ് അവെയിൽഡ് ബൈ ദി റെസിപ്പിയൻറ്റ് ഷാൽ ബി, അതുവരെ ഓക്കെ ആണ്. ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് നേരത്തെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ പറയുന്നത് എന്താണ്? ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് മാത്രമല്ല, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാണ്. ഷാൽ ബി പെയ്ഡ് ബൈ ഹിം, അതവൻ എന്ത് ചെയ്യണം? തിരിച്ച് അടയ്ക്കണം. എലോങ് വിത്ത് ഇൻട്രസ്റ്റ്, പലിശ സഹിതം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്ത് അവിടെ ഇട്ടാൽ മാത്രം പോരാ, അത് അവൻ എന്ത് ചെയ്തിരിക്കണം? തിരികെ പലിശ സഹിതം അടയ്ക്കണം. പേയബിൾ അണ്ടർ സെക്ഷൻ 50 നമ്മൾ പഠിച്ചതാണ്. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൃത്യസമയത്ത് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ പലിശ എങ്ങനെയാണ് വരികയും ആ പലിശ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെക്ഷൻ 50 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കാൽക്കുലേഷൻ ഉപയോഗിച്ച് വേണം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ? ഡിറ്റർമിൻ ചെയ്യാൻ. അങ്ങനെ ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തിരിച്ചടയ്ക്കണം. അപ്പോൾ തിരിച്ചടയ്ക്കണം, പെയ്ഡ് എന്നുള്ള വാക്കാണ് ഇപ്പോൾ പുതുതായിട്ട് അമെൻമെൻറ്റിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി പ്രൊവിഷൻ 3 വന്നാൽ എന്താണ് പ്രൊവിഷൻ 3? പ്രൊവിഷൻ 2 നമ്മൾ കണ്ടു. പ്രൊവിഷൻ 3 എന്താണ് പറയുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ശരി, നമ്മൾ തിരിച്ച് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് സഹിതം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ കാശ് സപ്ലയർക്ക് കാശ് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? സപ്ലയർക്ക് ആ കാശ് അങ്ങ് മടക്കി കൊടുക്കണം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സപ്ലയർക്ക് ആ കാശ് അങ്ങ് മടക്കി കൊടുത്തു, ടാക്സ് ഉൾപ്പെടെ സപ്ലയർക്ക് ആ കാശ് മടക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി നേരത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റെസിപ്പിയൻറ്റ് ഷാൽ ബി എൻറ്റൈറ്റിൽഡ്, റെസിപ്പിയൻ്റ് അമെൻമെൻറ്റിന് മുന്നേ ഇങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു അവെയിൽ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഓൺ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം, അവൻ ആ പേയ്മെൻറ്റ് നടത്തുകയാണ്. ഓഫ് ദി എമൗണ്ട് ടുവേർഡ്സ് ദി വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എലോങ് വിത്ത് ടാക്സ് പേയബിൾ. അപ്പോൾ വേർഡിങ്സ് ഇങ്ങനെയാണ് പോയത്. അവൻ പർച്ചേസ് ചെയ്ത വാല്യൂവും ആ വാല്യൂവിൻ്റെ മേളിൽ അടങ്ങിയിരിക്കുന്ന ടാക്സും അവൻ എന്ത് ചെയ്യാണ്? കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ ആ ക്രെഡിറ്റ് എന്ത് ചെയ്യാം? വീണ്ടും തിരികെ റീക്ലെയിം ചെയ്യാൻ പറ്റും, റീക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ്? ആ വേർഡിങ്സിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. എന്താണ്? തുടക്കത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. റെസിപ്പിയൻറ്റ് ഷാൽ ബി, നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെ. റെസിപ്പിയൻറ്റ് ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു അവെയിൽ ഓഫ് ദി ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഓൺ പേയ്മെൻറ്റ്. ഇതുവരെ ഏതാണ്ട് സെയിം ആണ്. നേരത്തെ മെയ്ഡ് ബൈ ഹിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെയ്ഡ് ബൈ ഹിം എന്ന് മാത്രമല്ല, മെയ്ഡ് ബൈ ഹിം ടു ദി സപ്ലയർ. അവൻ ആ പേയ്മെൻറ്റ് നടത്തണം. അതും അതേ സപ്ലയർക്ക് തന്നെ എന്ത് ചെയ്തിരിക്കണം? പേയ്മെൻറ്റ് നടത്തണം. പേയ്മെൻറ്റ് ടു ദി സപ്ലയർ എന്ന വാക്ക് കൂടി അവിടെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ആഡ് ചെയ്ത്. ചിലപ്പോൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ മെയ്ഡ് ബൈ ഹിം എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടി വന്നിട്ടുണ്ട്? മെയ്ഡ് ബൈ ഹിം ടു ദി സപ്ലയർ എന്ന വാക്ക് കൂടി അവിടെ എഴുതി ചേർത്തു. അപ്പോൾ നമുക്ക് തോന്നുന്നു അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യം? നേരത്തെ നമ്മൾ ആ സപ്ലയർക്ക് തന്നെയല്ലേ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം എന്ന് പറയുമ്പോൾ അവൻ ആ പേയ്മെൻറ്റ് പിന്നെ കൊടുത്തത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും? ആ സപ്ലയർക്ക് തന്നെ ആയിരിക്കില്ലേ? അല്ലേ? ആ സപ്ലയർക്ക് തന്നെ ആയിരിക്കില്ലേ അവൻ കൊടുത്തത്? പിന്നെ എന്താണ് അവിടെ എങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം? അതാണ് നിയമത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. നമ്മൾ വാക്കുകൾ കൃത്യമായി നിയമത്തിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ there may arise certain scenarios, ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആ സാഹചര്യങ്ങളിൽ ഈ നിയമം പലതരത്തിൽ വളച്ചൊടിക്കപ്പെടുകയും സാധ്യമാകും. ഇപ്പോൾ ഒരു സപ്ലയർ, കടം കൊടുക്കുന്ന സപ്ലയർ, ഞാനിപ്പോൾ എല്ലാവർക്കും കടം കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്കും കടം തന്നിട്ടുണ്ട്. കടം തന്ന് നിങ്ങളെല്ലാം എൻ്റെ കടക്കാരാണ്, നിങ്ങളെല്ലാം എൻ്റെ ഡെറ്റേഴ്സാണ്. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അസറ്റാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് കടക്കാർ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ ഡെറ്റേഴ്സ് ഉണ്ട്, കാശ് കിട്ടുന്നില്ല. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, ഫണ്ട് വരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബിസിനസ് ഞാൻ മറ്റൊരാൾക്ക് വിറ്റു. എൻ്റെ ഈ ഡെറ്റേഴ്സ് ഉൾപ്പെടെയാണ് ഞാൻ വിറ്റിരിക്കുന്നത്. അതിലൊരു ഡെറ്റർ നിങ്ങളാണ്. നിങ്ങൾ ആ പേയ്മെൻറ്റ് എന്ത് ചെയ്തു? ഇപ്പം ഞാനത് വിറ്റ സ്ഥിതിക്ക് നിങ്ങൾ ആ പേയ്മെൻറ്റ് എനിക്ക് തരുന്നതിന് പകരം ഞാൻ ആർക്കാണോ വിറ്റത് അയാൾക്കാണ് ആ പേയ്മെൻറ്റ് കൊടുത്തെന്ന് വെച്ചോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്രെഡിറ്റ് നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം, നിങ്ങൾ ആ പേയ്മെൻറ്റ് നടത്തി. എന്നാൽ ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ്? മെയ്ഡ് ബൈ ഹിം
ടു ദി സപ്ലയർ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സപ്ലയർക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, മെയ്ഡ് ബൈ ഹിം ടു ദി സപ്ലയർ എന്ന വാക്കുകൂടി അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആഡ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. സോ ഇതൊരു ആലോചിച്ച് നമ്മൾ വലിയൊരു അമെൻമെൻ്റാണ്, പക്ഷെ ഒറ്റ വേർഡാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. മെയ്ഡ് ബൈ ഹിം എന്നാണ് പരം, മെയ്ഡ് ബൈ ഹിം ടു ദി സപ്ലയർ. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ അമെൻമെൻറ്റ്. നമുക്ക് പെട്ടെന്ന് മൂന്നാമത്തെ അമെൻമെൻറ്റിലേക്ക് പോകാം, നോക്കാം. യെസ്, എന്താണ് മൂന്നാമത്തെ അമെൻമെൻറ്റ്? 17 സബ്സെക്ഷൻ 3യിലാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. 17 സബ്സെക്ഷൻ 3 വീണ്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനകത്ത് തന്നെ ഉള്ള ഒരു സംഭവമാണ്, ചാപ്റ്ററിൽ വരുന്ന ഒരു സെക്ഷനാണ്. അതിനകത്ത് വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈയുടെ വാല്യൂ ആണ് 17 സബ്സെക്ഷൻ 3 ഇതിനകത്ത് പറ്റി പറയുന്നത്. എന്താണ് എക്സംപ്റ്റ് സപ്ലൈ? എക്സംപ്റ്റ് സപ്ലൈയുടെ ഒരു എക്സ്പ്ലനേഷനാണ് 17 സബ്സെക്ഷൻ 3. അപ്പോൾ എക്സംപ്റ്റ് സപ്ലൈയുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം കൊടുക്കുന്ന GST നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഗുഡ്സോ സർവീസോ മേടിക്കുന്നു, ആ ഗുഡ്സോ സർവീസോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിലയിൽ അടങ്ങിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയണ്ടേ എന്താണ് എക്സംപ്റ്റ് സപ്ലൈ എന്ന്? നമുക്കറിയാം 0% വരുന്നത്, നിൽ റേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നിൽ റേറ്റഡ് ആയിട്ടുള്ളത്, 0% ആയിട്ടുള്ളത്, ഗവൺമെൻറ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന നോൺ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈകളെല്ലാം തന്നെ എക്സംപ്റ്റ് സപ്ലൈസ് ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ കുറച്ചധികം സപ്ലൈകൾ കൂടി എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞ വേർഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് 17 സബ്സെക്ഷൻ 3യിൽ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് 17 സബ്സെക്ഷൻ 3യിൽ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറയാം. എന്താണ്? ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സപ്ലൈ അത് ടാക്സബിൾ സപ്ലൈ ആയിരിക്കാം. ഞാൻ ചെയ്യുന്ന ഒരു സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആയിരിക്കാം, പക്ഷേ ആ ചെയ്ത സപ്ലൈക്ക് RCM ആണ് വരുന്നതെങ്കിൽ, റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് വരുന്നതെങ്കിൽ ആ സപ്ലൈ നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കണമെന്നാണ് 17(3) പറയുന്നത്. ഉദാഹരണം നമുക്ക് തന്നെ അറിയാം, അഡ്വക്കേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, പ്രത്യേകിച്ച് ബിസിനസ് എൻറ്റിറ്റികൾക്ക്, ആർബിട്രൽ ട്രൈബ്യൂണലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് സർവീസ് പ്രൊവൈഡഡ് ടു ബോഡി കോർപ്പറേറ്റ് പാർട്ണർഷിപ്പ് ഫേംസ്. ഇങ്ങനെ നമ്മളൊരു ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ അത്തരം സർവീസുകൾ ടാക്സബിൾ സപ്ലൈസ് ആണ്. എന്നാൽ അതേസമയം അതിന് RCM ആപ്ലിക്കബിൾ ആവുകയാണ്. അപ്പോൾ സപ്ലയറെ സംബന്ധിച്ചിടത്തോളം അത് ടാക്സബിൾ സപ്ലൈ ആണെങ്കിലും അതിന് RCM ആയതുകൊണ്ട് തന്നെ സപ്ലയറുടെ സൈഡിൽ നിന്ന് അതിന് ടാക്സബിൾ സപ്ലൈ ആണെങ്കിലും എക്സംപ്റ്റ് സപ്ലൈ ആയി കണക്കാക്കണമെന്നാണ് 17(3) പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്തരം സപ്ലൈകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൽ അടങ്ങിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ എന്തൊക്കെയാണ് എക്സംപ്റ്റ് സപ്ലൈ എന്നുള്ളതാണ് 17 സബ്സെക്ഷൻ 3യിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അമെൻമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാ നോക്കിയേ, എക്സംപ്റ്റ് സപ്ലൈയുടെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ അണ്ടർ സബ്സെക്ഷൻ 2 ഷാൽ ബി ആസ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ഷാൽ ഇൻക്ലൂഡ് സപ്ലൈ ഓൺ വിച്ച് റെസിപ്പിയൻറ്റ് ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സെയിൽ ഓഫ് ലാൻഡ്, റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന സപ്ലൈകൾ, സെക്യൂരിറ്റി ഇടപാടുകൾ, ഭൂമി കച്ചവടം, ഭൂമി കൈമാറ്റം, വിൽപ്പന, കെട്ടിടത്തിൻ്റെ കച്ചവടം, സെയിൽ ഓഫ് ബിൽഡിങ്, ഇവയെല്ലാം തന്നെ നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് വേണം കണക്കാക്കാനെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു പോയിൻ്റ് ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു അമെൻമെൻറ്റ് കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. എന്താണ് അമെൻമെൻറ്റ് നോക്കാം. സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ് to any person prescribed one before clearance for home consumption. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അറ്റ് അറൈവൽ ടെർമിനൽ ഇൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടു ദി ഇൻകമിങ് പാസഞ്ചേഴ്സ്. സോ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വിൽക്കുന്ന പ്രോഡക്റ്റുകൾ, നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വിൽക്കുന്ന അത്തരം വിൽപ്പനകളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ഇനി മുതൽ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കാം. അങ്ങനെ നമുക്ക് എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റും. സോ അതാണ് ആ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇപ്പോൾ ഒരു അമെൻമെൻ്റായിട്ട്, നേരത്തെ ഈ 4 പോയിൻറ്റ് മാത്രമേ അവിടെ കവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, നേരത്തെ ഇതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഒരു പുതിയ പോയിൻ്റ് കൂടി വന്ന് ചേർന്നിരിക്കുകയാണ്. അതാണ് പോയിൻ്റ്. സോ അത് പഠിച്ചു വച്ചേക്കുക, നമുക്ക് എക്സാമിനേഷനിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റുകളിൽ ഒന്നാണ്. ഓക്കെ, ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് 17 സബ്സെക്ഷൻ 5. എന്താണ് 17 സബ്സെക്ഷൻ 5? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. 17 സബ്സെക്ഷൻ 5ൻ്റെ ആപ്ലിക്കബിലിറ്റി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല.
എല്ലാ തവണ എക്സാമിനേഷൻ 17(5) നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ഉണ്ടാവും. സോ ആ 17(5)ലാണ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. എന്താണ് ആ അമെൻമെൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് നമുക്ക് നോക്കാം. പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സെവൻറ്റീൻ ഫൈവില് ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ഇൻസേർട്ടഡ്. ഇപ്പോൾ ഒരു പുതിയൊരു അമെൻമെൻറ്റ് പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നോക്കുക എന്താണ്. ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവ രണ്ടും ആയിക്കോട്ടെ. ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവ രണ്ടും ആയിക്കോട്ടെ. റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൺ അത് സ്വീകരിക്കുകയാണ്. ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്. അവനത് എന്തിനാണ് മേടിച്ചത്? ഉപയോഗിക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ. ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് for activities relating to his obligation under corporate social responsibility, CSR. നോക്കൂ, അപ്പോൾ ഇവിടെ ഈ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇത് ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ടാക്സബിൾ പേഴ്സൺ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? കമ്പനികളെയാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്, കമ്പനികൾ. സോ ഒരു കമ്പനിക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, CSR റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ അവർ CS പഠിക്കുന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ കമ്പനി CMA പഠിക്കുന്ന ആൾക്കാർ കമ്പനി ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് CSR എന്നുള്ള കാര്യം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇൻകം ടാക്സിലൊക്കെ ഈ CSRനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോ കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സോ സർവീസസോ സ്വീകരിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയോടൊപ്പം കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്കൊരു കമ്പനിയുണ്ട്, എക്സ് ലിമിറ്റഡ്. ഈ എക്സ് ലിമിറ്റഡിന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെറ്റ് ചെയ്യണം. ഇത് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ അവർ മാറ്റിവെക്കണം. ഇത് മാറ്റിവെച്ച തുക കൊണ്ട് ഇവർ ഗുഡ്സോ സർവീസൊക്കെ മേടിക്കുകയാണ് ഈ CSR ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ വിലയോടൊപ്പം കൊടുക്കുന്ന GST അവർക്ക് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. അതായത് അവർക്കത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. സോ ഇതാണ് 17 സബ്സെക്ഷൻ 5. ഓക്കെ, സോ നമ്മളത് കണ്ടു. ഇനി അടുത്ത പോയിന്റ് 23 സിമ്പിളായിട്ടൊരു സംഭവം. എന്താണ് സെക്ഷൻ 23? എന്താണ് 23 നമുക്കറിയാലോ. 23 എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ ചാപ്റ്ററിനകത്ത് വരുന്ന രണ്ടാമത്തെ സെക്ഷനാണ് 22, 23, 24. അപ്പോൾ അതിൽ 22-നകത്ത് ആരാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ടേൺ ഓവറിനെ ബേസ് ചെയ്ത് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടവരുടെ ലിസ്റ്റാണ് സെക്ഷൻ 22-ൽ പറഞ്ഞിരിക്കുന്നത്. കമ്പൽസറിയായി രജിസ്ട്രേഷൻ എടുക്കേണ്ടവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24. സോ ഇപ്പോൾ ഞാൻ 22 പ്രകാരമോ 24 പ്രകാരമോ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുക്കണം. എന്നാൽ സെക്ഷൻ 23 വായിച്ച് നോക്കിയപ്പോൾ അവിടെ എനിക്ക് സന്തോഷം. ഇപ്പം ഞാനൊരു അഗ്രികൾച്ചറിസ്റ്റാണ്, കർഷകൻ. അപ്പോൾ ടേൺ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് GST രജിസ്ട്രേഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്തല്ലേ പറ്റുള്ളൂ. പക്ഷേ 23-ൽ എവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ്? അഗ്രികൾച്ചറിസ്റ്റ് സെല്ലിങ് ദെയർ ഓൺ പ്രോഡക്ട്സ്, സ്വന്തം പ്രോഡക്ട്സ് ഉൽപ്പാദിച്ച് വിൽക്കുന്ന അഗ്രികൾച്ചറിസ്റ്റുകൾക്ക് GST രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല എന്നവിടെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ചോദ്യം 22(1) പ്രകാരം ഞാൻ രജിസ്ട്രേഷൻ എടുക്കണം, എന്നാൽ അതേ സമയം തന്നെ 23 പ്രകാരം എനിക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട. അപ്പോൾ ഞാൻ 22(1) ആണോ ഫോളോ ചെയ്യേണ്ടത് അതോ 23 ആണോ ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നില്ലേ, ഇവിടെ ഏതിനാണ് പവർ കൂടുതൽ? 22(1)നാണോ 23-ക്കാണോ ഇവിടെ പവർ കൂടുതൽ? ഇപ്പം ഞാൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇതേ സംഭവം ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഇൻ്റർ സ്റ്റേറ്റ് വിൽക്കുകയാണ്. 24-നകത്ത് പറയുകയാണ് ഇൻ്റർ സ്റ്റേറ്റ് വിൽക്കുന്ന ആൾക്കാർ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തേ പറ്റുള്ളൂ. അതേസമയം 23 വായിക്കുമ്പോൾ ഞാൻ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ 24 ആണോ ഞാൻ പാലിക്കേണ്ടത് 23 ആണോ പാലിക്കേണ്ടത്? ഇതിന് മുന്നേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിലേത് സെക്ഷനാണ് ഞാൻ നോക്കേണ്ടത്? അപ്പോൾ രണ്ടിടത്തും ഞാൻ രണ്ടിലും കവർ ചെയ്യുന്നുണ്ട്, 24-ലും കവർ ചെയ്യുന്നുണ്ട്, അതേസമയം ഞാൻ 23-ലും കവർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ 24 പാലിക്കണം, 23 പാലിക്കണം. ഇപ്പോൾ അതിനൊരു തീർപ്പായിട്ടുണ്ട്. ഇപ്പോൾ പറയാണ് 23 ഹാസ് ആൻ ഓവർ റൈഡിങ് ഇഫക്റ്റ് ഓവർ 22(1) ആൻഡ് 24. 23-ന്
22/1 24 മേളിൽ എന്തുണ്ട്, ഒരു ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. സോ ഇഫ് യു ആർ കവേർഡ് അണ്ടർ 23 ദെൻ യു ഡോണ്ട് നീഡ് ടു ടേക്ക് GST രജിസ്ട്രേഷൻ. അത്രേ ഉള്ളൂ. 23-നകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ ഈ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് പോയിന്റ്. മാത്രവുമല്ല ഈ ഒരു കാര്യം മുമ്പ് മെൻഷൻ ആയിരുന്നില്ല, പക്ഷേ അതിങ്ങനെ വേണം നോക്കാനായിട്ട്. ഇപ്പോൾ പറയാണ് ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ അമെൻമെൻറ്റിന്. അതായത് ദ സെഡ് അമെൻമെൻറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം 1/7/2017. 1/7/2017 പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, GST നമ്മുടെ രാജ്യത്ത് നടപ്പിലായ ദിവസമാണ്. സോ അന്ന് മുതൽ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് എന്ന് നിങ്ങൾ കരുതിക്കോണമെന്നാണ് ഈ അമെൻമെൻറ്റ് പറയുന്നത്. Is it clear? So ഇതാണ് സെക്ഷൻ 23 വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. 30 എന്തായിരുന്നു? നമ്മുടെ രജിസ്ട്രേഷൻ ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനാണ് സെക്ഷൻ 30. 30 തന്നെ 31, 2, 3, 4 ഒക്കെ ഉണ്ട്, സബ്സെക്ഷൻസ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് 30 എന്ന് പറയുന്ന സെക്ഷൻ പറയുന്ന റിവോക്കേഷൻ ഓഫ് ക്യാൻസൽഡ് രജിസ്ട്രേഷൻ. നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലായിപ്പോയി, ആ ക്യാൻസലായി പോയ രജിസ്ട്രേഷനെ പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയാണ് സെക്ഷൻ 30 പറയുന്നത്. സോ ഈ 30 ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സോ എന്താണ് അമെൻമെൻറ്റ്? നമുക്ക് നേരത്തെ അറിയാം, രജിസ്ട്രേഷൻ ക്യാൻസലായി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കണമെന്നുള്ളതാണ്, റിവോക്കേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ. ഈ 30 ദിവസം എന്നുള്ളതിന് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. 30 ഡേയ്സ് എന്നുള്ളതിന് അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് അമെൻമെൻറ്റ് എന്നുള്ളത്. നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. Revocation of cancellation of registration. നോക്കൂ, a registered person whose registration is cancelled by the proper officer on his own motion may, subject to provisions of rule 10B, submit an application. 10B ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. Submit an application for revocation of cancellation of registration in form GST, ഓർക്കുന്നുണ്ടോ? GST REG 21 to such proper officer within a period of നേരത്തെ 30 days ആയിരുന്നു, അതിനാണ് ഇപ്പോൾ എത്ര ആക്കിയിട്ടുള്ളത്? 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ. ആ ഓർഡർ കൈപ്പറ്റി 90 ദിവസം, 30 ദിവസം എന്നുള്ളത് നമുക്ക് എന്താണ്? 90 ദിവസമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നേരത്തെ ഈ 30 ദിവസം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ദ സെറ്റ് പീരീഡ് ഓഫ് 30 days മേ ഓൺ സഫീഷ്യൻറ്റ് കോസ് ബീങ് ഷോൺ ആൻഡ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് ബി എക്സ്റ്റെൻഡഡ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 30 days ബൈ അഡീഷണൽ ഓർ ജോയിൻറ്റ് കമ്മീഷൻ ആൻഡ് ബൈ ഫർദർ പീരീഡ് നോട്ട് എക്സീഡിംഗ് 30 days ബൈ കമ്മീഷണർ. ഈ 30 ദിവസം എന്നുള്ളത് അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർക്ക് ഒരു 30 ദിവസം കൂടി അനുവദിക്കാൻ പറ്റും, കമ്മീഷണർക്ക് വീണ്ടും ഒരു 30 ദിവസം കൂടി അനുവദിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പോയി, 30 എന്നുള്ളത് പോയതോടുകൂടി ഇതെല്ലാം പോയി. ഇപ്പോൾ എത്രയാക്കി? ഇപ്പോൾ ഫൈനലി ഇപ്പോൾ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി? 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിവോക്ക് ചെയ്താൽ മതി. ഇനി അതിന് പകരം വന്നിരിക്കുന്ന ഒരു ക്ലോസ് എന്താണ്? പ്രൊവൈഡഡ് ദാറ്റ് സച്ച് പീരീഡ് മേ ഓൺ സഫീഷ്യൻറ്റ് കോസ് ബീങ് ഷോൺ ആൻഡ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ് ബി എക്സ്റ്റെൻഡഡ് ബൈ commissioner or an officer authorized by in this behalf not below the rank of additional commissioner or joint commissioner for a further period not exceeding 180 days. അപ്പോൾ 90 ദിവസം വരെയാണ് സമയമെങ്കിലും കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർ ഓതറൈസ് ചെയ്ത അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർക്കോ അത് 90 ദിവസത്തിൽ കൂടുതൽ സമയം നമുക്ക് റിവോക്കേഷൻ അപേക്ഷ കൊടുക്കുവാനുള്ള സമയം നമുക്ക് അനുവദിച്ച് തരാം. പക്ഷേ അത് എത്രയ്ക്ക് മേളിൽ പോകാൻ പാടില്ല? 180 ദിവസത്തിന് മേളിൽ പോകാനായിട്ട് പാടില്ല. 180 ഡേയ്സിന് മേളിൽ പോകാൻ പാടില്ല. സോ ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമുക്ക് 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഈ വീണ്ടും കണ്ടു നോക്കുക കേട്ടോ. അമെൻമെൻറ്റ് എല്ലാം സാവകാശം കേട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു സെക്ഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് റിട്ടേൺസ് ചാപ്റ്ററിനകത്ത്. 37(5) എന്ന് പറയുന്ന ഒരു ന്യൂ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 37(5). സോ ഈ 37(5) നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടൈം ലിമിറ്റാണ്. നമുക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു സമയത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യുവാൻ പരമാവധി എത്ര നാൾ സമയമുണ്ട്? ഇതിപ്പോൾ 2024 ഏപ്രിൽ. ഇപ്പോൾ ഈ 2024 ഏപ്രിൽ
അല്ലെങ്കിൽ മെയിൽ റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് ഏതുവരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെ സംബന്ധിച്ചാണ് ഇതാ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് നൗ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ദാ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ സമയം പറയുന്നത്. സെക്ഷൻ 37 GSTR 1, അതുപോലെ തന്നെ GSTR 1, അതുപോലെ തന്നെ GSTR സെക്ഷൻ 39 GSTR 3B, ദെൻ അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺ, ദെൻ സെക്ഷൻ 52 GSTR 8/ECO for TCS. സോ ഇവർക്കെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള സമയം നോക്കൂ ഇവിടെ പറയാണ്. നോട്ട് ബി അലൗഡ് ടു ഫർണിഷ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 years ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദി സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവിടെ പറയാണ് 3 വർഷമാണ്. 3 വർഷം. നോട്ട് ബി അലൗഡ് ടു ഫർണിഷ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 years. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 years എന്ന് മുതലാണ് ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദി സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഏപ്രിലിലെ GSTR 1 ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം ഏപ്രിലിലെ GSTR 1 ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏപ്രിലിലെ GSTR 1 ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ 11th Mayക്കാണ് ഫയൽ ചെയ്യേണ്ടത്. നോർമൽ കേസ്. ഇപ്പോൾ ഏപ്രിൽ 2024. സോ ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? യെസ്, 11th May 2024. സോ ഇതിൻ്റെ പരമാവധി സമയം പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ്? 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ 11th May 2024 നിന്നാണ് 3 വർഷം നമ്മൾ നോക്കേണ്ടത്. 25, 26, 27. സോ 11th May 2027 വരെയാണ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഏപ്രിൽ 2024 റിട്ടേൺ ഫയൽ ചെയ്യാൻ അനുവാദം ഇല്ല. അതിന് മുന്നേക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. രജിസ്ട്രേഷനൊക്കെ ക്യാൻസലായി പോവും അതിന് മുന്നേ നമുക്ക് നോട്ടീസ് വരും. അങ്ങനെ ഒരുപാട് സെക്ഷൻ 46 ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ടെങ്കിലും എല്ലാ തരത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഇതാണ് 3 വർഷം. ഓക്കെ, സോ അതാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. യെസ്, പിന്നെ ഒരു IGST നിയമത്തിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റാണ്. IGST നിയമത്തിൽ വന്നിരിക്കുന്ന ഈ OIDAR സർവീസ് ഓർക്കുന്നുണ്ടോ? OIDAR സർവീസ്. OIDAR സർവീസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് റിട്രീവൽ സർവീസ്. ഇന്ത്യക്ക് പുറത്ത് നിന്ന് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മൾ സ്പോട്ടിഫൈ അല്ലേ, നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്ക് പുറത്ത് നിന്ന് നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റിന് ഒഴികെ ഉള്ളവർക്ക് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അതിന് RCM ബാധകമാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യക്ക് പുറത്ത് നിന്ന് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ആർക്കാണ് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ് അല്ലാത്ത ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്താൽ അവിടെ ഏത് ആപ്ലിക്കബിൾ ആകുമെന്നാണ് പറയുന്നത്? RCM. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റിനാണ് OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഈ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്? നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, GST രജിസ്ട്രേഷൻ ഇല്ലാത്ത സാധാരണക്കാരെയാണ് എന്താണ് ഈ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ് എന്ന് പറയും. എന്നാൽ അതേസമയം നമ്മളത് ഈ OIDAR സർവീസ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഓൺ ബിസിനസ് സർവീസ്, നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ടാണ് നമ്മൾ ആ OIDAR സർവീസ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല.
സോ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? GST രജിസ്ട്രേഷൻ ഇല്ലാത്ത സാധാരണക്കാരെയാണ് നമ്മൾ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഇതേ സർവീസ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കാൻ സാധ്യമല്ല. സോ ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് അമെൻമെൻറ്റ് എന്ന് നോക്കാം. നമ്മൾ ഇനി മുതൽ നമുക്ക് GST രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ നമ്മൾ സർവീസ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇനി മുതൽ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റായി കണക്കാക്കാം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ ആ അമെൻമെൻറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഡെഫിനിഷൻ ഇൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ്. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന വാക്കിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റിൻ്റെ പൊതുവായിട്ടുള്ള ഡെഫിനിഷൻ ഇവിടെ പറയുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 16 ഡെഫിനിഷൻ പറയുന്നത്. സോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വലിനെ എപ്പോഴാണ് നമ്മൾ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്? ഒന്ന്, ദ സർവീസ് റെസിപ്പിയൻ്റ് ഷുഡ് നോട്ട് ബി രജിസ്റ്റേർഡ്. അവന് രജിസ്ട്രേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, GST രജിസ്ട്രേഷൻ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് തീർന്നിട്ടില്ല, ഒരു കണ്ടീഷനുണ്ട്. ആൻഡ് അടുത്ത എന്താണ് പറഞ്ഞത്? ദ സർവീസ് റെസിപ്പിയൻ്റ് ഷുഡ് നോട്ട് യൂസ് OIDR സർവീസ് ഫോർ. മാത്രവുമല്ല അവൻ സ്വീകരിക്കുന്ന OIDR സർവീസ് അവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? കൊമേഴ്സ്, ഇൻഡസ്ട്രി ഓർ എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ. അവൻ അത് ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അവനെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതാണ് ബീങ് ഡ്രോപ്പ്ഡ് നൗ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത എല്ലാവരും തന്നെ OIDR. ഇപ്പം നിങ്ങൾ വീട്ടിൽ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ ഇന്ത്യക്ക് പോയത്, നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, നിങ്ങൾ OIDR സർവീസ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയാണ്? നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റാണ്. ഇനി ഞാനും നിങ്ങളെപ്പോലെ ഞാനും GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇത് സ്വീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വീകരിച്ചതെങ്കിൽ എന്നെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് നേരത്തെ കണക്കാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ എന്നെയും എന്തായിട്ട് കണക്കാക്കാം? നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റായി കണക്കാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ കേസ്. ഇനി ഒരു ഗവൺമെൻറ്റിനെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റായി കണക്കാക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നു. എങ്ങനെയായിരുന്നു? ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി ആൻഡ് ഗവൺമെൻറ് അതോറിറ്റി. ഒരു ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ് അതോറിറ്റി എന്നിവരെല്ലാവരും തന്നെ OIDR സർവീസ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, ഇവിടെ മുനിസിപ്പാലിറ്റി, ട്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ, എറണാകുളം മുനിസിപ്പൽ കോർപ്പറേഷൻ, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, അപ്പോൾ ഇവരെല്ലാം തന്നെ, കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇവരെന്ത് ചെയ്യാണ്? ഇന്ത്യക്ക് പുറത്തുനിന്ന് OIDR സർവീസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ എന്ത് തന്നെയാണ്? യെസ്, നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റ് ആയിരിക്കും. ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഓൺലി ഗവൺമെൻറ് എൻറ്റിറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ TDS വിൽ ബി കവേർഡ് അണ്ടർ ദിസ് ഡെഫിനിഷൻ. പക്ഷേ ഏത് ഓൺലി ഗവൺമെൻറ് എൻറ്റിറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ TDS വിൽ ബി കവേർഡ്. പക്ഷേ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, എല്ലാ ഗവൺമെൻറ്റുകളെയും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാണ് ഗവൺമെൻറ് എൻറ്റിറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ TDS വിൽ ബി കവേർഡ് അണ്ടർ ദിസ് ഡെഫിനേഷൻ. അപ്പോൾ സാധാരണ ഗവൺമെൻറ്റുകളെ അല്ല പറയുന്നത്, ഗവൺമെൻറ് TDSന് വേണ്ടിയിട്ട് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ, അത്തരം ഗവൺമെൻറ് എൻറ്റിറ്റീസിന് മാത്രമേ ഇനി മുതൽ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻ്റായി കണക്കാക്കത്തുള്ളൂ. സോ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഓക്കെ, പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ, അത് CS എക്സിക്യൂട്ടീവിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. CS എക്സിക്യൂട്ടീവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടി നല്ല കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് 12 സബ്സെക്ഷൻ 8 13 സബ്സെക്ഷൻ 9 ഒമിറ്റ് ചെയ്തു. ഇനി മുതൽ അതില്ല. അത് ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 12 സബ്സെക്ഷൻ 8 13 സബ്സെക്ഷൻ 9 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. സോ അത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. യെസ്, സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ അറൗണ്ട് ഒരു 9ഓളം പോയിൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും പോയിൻറ്റുകൾ നമുക്ക് ഈ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. നമുക്ക് എക്സാമിനേഷൻ പോയിൻറ്റിൽ നമുക്ക് എന്തായിരുന്നാലും തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഈ 9 പോയിൻറ്റിൽ
എല്ലാം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ 1-2 പോയിൻ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവും, പ്രത്യേകിച്ച് 17 സെക്ഷൻ 5 ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൻ്റെ കാര്യങ്ങൾക്ക്. ഓക്കെ, സോ തുടർന്ന് നമുക്കിതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, GST റിലേറ്റഡ് അമെൻമെൻറ്റ്, ഇൻകം ടാക്സ് റിലേറ്റഡ് അമെൻമെൻറ്റ്, ടാക്സ് മേഖലയിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനൽ വഴി. സോ ഇനി റെഗുലറായിട്ട് നമുക്ക് വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാം. സോ ബൈ.